ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്യാം വീട്ടിലേക്ക് വരുമ്പോൾ ശ്രുതിയുടെ അച്ഛൻ ഒരുമാതിരി ശ്യാമിനെ നോക്കുക കേട്ടോ. എന്തായാലും എന്തു പറ്റി, എന്തെങ്കിലും വയ്യായിക ഉണ്ടോ എന്ന് ശ്യാം ചോദിക്കുമ്പോൾ ഒന്നുമില്ല. അതെ, ശ്യാമിന് ഇവിടെ ബന്ധുക്കളൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്? അതെ, എന്താ അങ്കിളെ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്മ ചോദിക്കേണ്ടത് ശ്യാമിന് ചായ എന്തെങ്കിലും വേണോ? വേണ്ട അമ്മേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം ശ്രുതിയുടെ അച്ഛനും അമ്മയും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴേക്കും ശ്രുതിയുടെ അച്ഛൻ്റെ ഡയറി അവിടെ വെച്ചിട്ടാണ് പോണത്. അവിടെ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിന് ശേഷം ശ്യാമ ഡയറി എടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ പേജുകൾ മറിച്ച് നോക്കുമ്പോൾ അതിലൊരു പേജിൽ നമ്മുടെ അഞ്ജലിയുടെ കാറിൻ്റെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ആ സമയത്ത് ശ്യാം ഇങ്ങനെ നോക്കുവാണ്, ഈ നമ്പർ ഇത് അഞ്ജലിയുടെ കാറിൻ്റെ നമ്പറാണല്ലോ. ഓ, അപ്പോൾ എന്നെക്കാളും സ്പീഡിൽ ഇയാൾ അന്വേഷണം തുടങ്ങി. ഞാൻ വിചാരിച്ചതിനേക്കാളും സ്പീഡാണ് ഇയാൾ. എന്തായാലും നോക്കാം എന്നൊക്കെ പറയട്ടെ ശ്യാം ഇങ്ങനെ ഒരു പുച്ഛത്തോടെ ഒരു ചിരിച്ചിരിക്കുക കേട്ടോ. അതിനുശേഷം ലാവണ്യനാണ് കാണിക്കണത്. ലാവണ്യ ഫോണിൽ പറയേണ്ട, അതെ അതെ 2 മണിക്കൂറിനുള്ളിൽ എനിക്കെല്ലാം കറക്റ്റ് ചെയ്യണം, എന്നാൽ ഞാൻ ഇപ്പം തന്നെ എത്തും. എന്നിട്ട് എൻ്റെ മുഖത്തിൻ്റെ ആ സ്കിൻ ടൈപ്പൊക്കെ നിങ്ങൾക്ക് അറിയാലോ, അതുകൊണ്ട് എത്ര പെട്ടെന്ന് തന്നെ ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണിൽ സംസാരിക്കുകയാണ്. ആ സമയത്ത് ഒരു ഗ്ലാസ് ചായ ആയിട്ട് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ലാവണ്യ മേഡം ചായ എന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. ആ സമയത്ത് ലാവണ്യ പറയുന്നുണ്ട്, ശ്രുതികുമാരി ലക്ഷ്മി, ഞാൻ ഒന്ന് പുറത്തു വരെ പോവാം ബ്യൂട്ടി പാർലറിൽ. ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞാൽ അശ്വിൻ സാറിൻ്റെ കൂടെ ഞാനും മീറ്റിങ്ങിനെ പോകുന്നുണ്ട്. ഓഹോ, മേഡവും പോകുന്നുണ്ടോ? അതെ, എന്തായാലും പോണത് ഒരു നല്ലതല്ലേ, കുറച്ചുകൂടി അശ്വിനായിട്ട് അടുക്കാലോ എന്ന് പറയുമ്പോൾ അത് നന്നായി മേഡം. മേഡം എന്തായാലും അശ്വിൻ സാറായിട്ട് പോണത് വളരെ നന്നായി. മേഡം പോയിട്ട് മേഡത്തിന് കുറച്ച് പണി അവിടെയുണ്ട്. മേഡം പോയിട്ട് മാക്സിമം സമയം കിട്ടുന്ന സമയത്ത് കല്യാണത്തെക്കുറിച്ച് സംസാരിക്കണം. കല്യാണത്തിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് പറയണം. നോക്ക് കാർട്ടൂൺ ബേബി, റൊമാൻറ്റിക് ആവാനുള്ള സാഹചര്യമൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. കിട്ടുവാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറയുമ്പോൾ മേഡം പറയണം. പറഞ്ഞിട്ട് എല്ലാം ഓക്കെ ആക്കിയിട്ട് വേണം തിരിച്ചു വരാനായിട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ലാവണ്യ പറയേണ്ടത്, അതെ, എങ്ങനെയെങ്കിലും ഈ കാര്യം അവതരിപ്പിക്കണം. പക്ഷെ എങ്ങനെ അവതരിപ്പിക്കും? അതിനൊരു വഴിയുണ്ട്. അത് ശ്രുതി പറഞ്ഞിട്ട് എന്തോ ഒരു മാർഗം പറഞ്ഞു കൊടുക്കുക. ഇത് കൊള്ളാലോ ശ്രുതികുമാരി ലക്ഷ്മി, അടിപൊളി. എന്തായാലും തിരിച്ചു വരുമ്പോഴേക്കും അശ്വിൻ കല്യാണത്തിന് സമ്മതിക്കും. തിരിച്ചു വരുമ്പോൾ എൻ്റെ അശ്വിൻ്റെ കല്യാണം എന്നൊക്കെ ലാവണ്യ പറയാണ്. അത് കേൾക്കുമ്പോൾ ശ്രുതിയുടെ മുഖം ഒന്ന് മാറുന്നു കേട്ടോ. പക്ഷെ എന്നാൽ അപ്പം തന്നെ ശ്രുതി അതെ അതെ എന്ന് പറയുന്നുണ്ട്. ശ്രുതികുമാരി പോവാൻ എന്തായാലും 2 മണിക്കൂർ സമയം എടുക്കും. ഞാനിന്ന് പാർലറിൽ പോയിട്ട് വരട്ടെ. എൻ്റെ കണ്ണിൻ്റെ അടിയിൽ കണ്ടില്ല ഡാർക്ക് സർക്കിൾ. അയ്യോ മേഡം, ഒരു കുഴപ്പമില്ല മേഡത്തിന് മുഖത്തിന്. മേഡം പതിവിലേക്കാളും സുന്ദരിയായിട്ടുണ്ടെന്ന്. ശ്രുതി, നീ വെറുതെ എന്നെ പൊക്കി പറയുമൊന്നും വേണ്ട. നീ ശരിക്കും കാണാനായിട്ടാ. നോക്ക്, കണ്ണിൻ്റെ അടിയിലൊക്കെ ഡാർക്ക് സർക്കിൾ, പിന്നെ ഇവിടെയൊക്കെ ഡാർക്ക് സർക്കിൾ ഉണ്ട്. ബ്യൂട്ടി പാർലറിൽ എന്തായാലും പോകണം. അവിടെ പോകുമ്പോൾ ഒരുപാട് വെയിലൊക്കെ കൊള്ളാനുള്ളതല്ലേ. അതുകൊണ്ട് ഞാൻ എന്തായാലും പാർലറിൽ പോയിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. നീ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് കഴിക്കാൻ വല്ല സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാവോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലാവണ്യ അവിടെ നിന്ന് പോകുക. ശരി മേഡം എന്ന് പറഞ്ഞിട്ട് ശ്രുതി നേരെ അടുക്കളയിലേക്ക് കയറുവാണ്. അടുക്കളയിൽ കയറുന്ന ശ്രുതി സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അശ്വിൻ മുകളിലത്തെ നിലയിൽ താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്നാണ് അശ്വിന് പെട്ടെന്ന് തല കറങ്ങണ പോലെ തോന്നുവാണ്. അശ്വിൻ വേഗം സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് അവിടെ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുവാണ്. പക്ഷെ അശ്വിനൊന്നും തന്നെ കാണാൻ പറ്റുന്നില്ല, വല്ലാത്ത മൂടൽ പോലെ കാണുവാണ്. അശ്വിൻ പതുങ്ങി എങ്ങനെയെങ്കിലൊക്കെ അടുക്കളയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അവിടെ പതുക്കെ അശ്വിൻ കണ്ടിങ്ങനെ നോക്കുമ്പോഴേക്കും ശ്രുതിനെ പോലത്തെ ഒരു രൂപം കാണുന്നുണ്ട്. അശ്വിൻ മനസ്സിലാക്കണം ശ്രുതിയാണെന്ന്. പതുക്കെ അങ്ങോട്ടേക്ക് പോയിട്ട് ശ്രുതി എന്ന് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി പെട്ടെന്ന് ഞെട്ടുവാട്ടോ. നിങ്ങളോ? ശ്രുതികുമാരി ലക്ഷ്മി എന്ന് പറയുമ്പോഴേക്കും, സർ, ഞാൻ നിങ്ങളടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒരു താല്പര്യമില്ല. നിങ്ങൾ എന്തിനാ സർ എൻ്റെ പുറകിൽ ഇങ്ങനെ നടന്ന് ശല്യപ്പെടുത്തുന്നത്? നോക്ക്, ഞാനിവിടെ വന്നത് തന്നെ ലാവണ്യ മേഡത്തിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമൊന്നും എനിക്കില്ല. സാർ ദൈവത്തെ ഓർത്ത് ഇവിടെ നിന്ന് പോയിക്കേ എന്ന് പറയുമ്പോൾ അശ്വിനി ഇങ്ങനെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ശ്രുതി, അത് വേണ്ട സർ, സർ പറയണത് ഒന്നും എനിക്ക് കേൾക്കണ്ട. സാർ പറയണതും ഒന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. സാറിൻ്റെ സൗണ്ട് പോലും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. പോണം സർ, ഇവിടുന്ന് പോണം എന്നിങ്ങനെ പറയുകയാണ്. ആ സമയത്ത് ശ്രുതി ഇങ്ങനെ പറയാൻ വേണ്ടി അശ്വിനി ശ്രമിക്കുന്നുണ്ടെങ്കിലും, സാർ നിങ്ങളൊന്നും പറയരുതെന്നല്ലേ ഞാൻ പറഞ്ഞത്, പോണം സർ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് വേഗം തിരിഞ്ഞു നിന്നിട്ട് ഓരോ സാധനങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. പെട്ടെന്ന് ശ്രുതി തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അശ്വിനെ കാണുന്നില്ല. എന്നെ പേടിച്ച് ഇത്ര പെട്ടെന്ന് ഇയാൾ പോയോ? കൊള്ളാലോ, അപ്പം അയാൾക്ക് എന്നെ പേടിയുണ്ട്. വരട്ടെ എന്ന് പറയട്ടെ നമ്മുടെ ശ്രുതി വേഗം അലമാര തുറന്നിട്ട് ഒരു ടീസ്പൂൺ എടുക്കുവാണ്. പെട്ടെന്ന് സ്പൂൺ നിലത്തേക്ക് വീഴുവാണ്. ആ സ്പൂൺ എടുക്കാൻ വേണ്ടി ശ്രുതി കുനിയുമ്പോഴാണ് അശ്വിനോടെ കിടക്കണ കാണുന്നത്. അയ്യോ അശ്വിൻ സാർ, ഇതെന്ത് പറ്റി? സാർ എഴുന്നേക്ക്, സാർ എഴുന്നേക്കെന്ന് പറഞ്ഞ് തട്ടി വിളിക്കുക കേട്ടോ. പക്ഷെ അശ്വിൻ എഴുന്നേക്കുന്നേ ഇല്ല. അതേസമയം ആകാശ് ഇങ്ങനെ റോട്ടിൽ കൂടി ഇങ്ങനെ പോണ സമയത്താണ് പെട്ടെന്ന് ഇത് ശ്രുതിയുടെ വീടിൻ്റെ അടുത്താണല്ലോ ഞാൻ എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കും. പ്രീതി ഇവിടെ കാണുമല്ലോ എന്ന് പറഞ്ഞിട്ട് എത്തി നോക്കുമ്പോൾ പ്രീതി അവിടെ ഒരു പച്ചക്കറി കടയിൽ പച്ചക്കറി വാങ്ങുമായിരിക്കും കേട്ടോ. ദേ പ്രീതി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആകാശ് വേഗം അങ്ങോട്ട് പച്ചക്കറി കടയിലേക്ക് പോകുവാണ്. ആ സമയത്ത് പ്രീതി ആ ഉരുളക്കിഴങ്ങ് എടുക്കൂ, ആ ക്യാരറ്റ് എടുക്കൂ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ എത്രയായും ചോദിക്കുമ്പോൾ 200 രൂപ എന്ന് പറയുമ്പോൾ 200 രൂപയോ? ഞാനാകെ 150 രൂപയെ കൊണ്ടുവന്നുള്ളൂ. ക്യാരറ്റിൻ്റെ വില കൂടി മോളെ എന്ന് പറയുകയാണ്. അതെയോ, എന്നാൽ
ക്യാരറ്റ് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ പിന്നെ വന്നിട്ട് എടുത്തോളാം എന്ന് പ്രീതി പറയുമ്പോൾ ആകാശ് തൊട്ട് പിന്നാലെ വരുന്നുണ്ട്. ആ ക്യാരറ്റ് എനിക്ക് എടുത്തോളൂ, പിന്നെ ഇതുപോലൊരു കിറ്റ്, പച്ചക്കറി കിറ്റ് എനിക്കും കൂടി എടുക്കണം എന്ന് പറയുവാണ്. പ്രീതി പെട്ടെന്ന് നോക്കുമ്പോൾ ആകാശ് സാറോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുക കേട്ടോ. ആ സമയത്ത് ആകാശ് ചിരിക്കുന്നുണ്ട്. അതിനുശേഷം പ്രീതി പറയണ്ടേ, എന്ത് ചെയ്യാനാ സാർ, പച്ചക്കറിക്കൊക്കെ വില കൂടിയില്ലേ, അതുകൊണ്ടാ എന്ന് പറയുമ്പോൾ അത് ഞാൻ കൊടുത്തോളാം പ്രീതി പൈസ. അയ്യോ അതൊന്നും വേണ്ട എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ പച്ചക്കറിയിൽ ആ പുള്ളിക്കാരൻ പച്ചക്കറിയൊക്കെ എടുത്ത് നമ്മുടെ ആകാശിനെ കൊടുക്കുമ്പോൾ ആകാശ് 500 നോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ആകാശ്, എൻ്റെ പൈസയും പ്രീതിയുടെ പൈസയും കൂടി എടുത്തിട്ട് ബാക്കി തന്നാമെന്ന് പറയുവാണ്. അപ്പോൾ പ്രീതി പറഞ്ഞു, വേണ്ട സർ, വേണ്ട, ഞാൻ പിന്നെ വന്ന് എടുത്തോളാം, അത് സാരില്ല പ്രീതി, ഞാൻ കൊടുത്തു വെച്ചാൽ തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് പറയട്ടെ. അത് മേടിച്ചിട്ട് നമ്മുടെ ആകാശ് പൈസ ബാക്കി മേടിക്കുന്നുണ്ട്. അതിനുശേഷം പ്രീതി ചോദിക്കണ്ടേ, സാറാണ് വീട്ടിലേക്കുള്ള പച്ചക്കറിയൊക്കെ മേടിക്കണത്? അല്ല, വല്ലപ്പോഴും ഇതുപോലെ ഇറങ്ങുമ്പോൾ ഞാൻ മേടിക്കുന്നേ ഉള്ളൂ. അപ്പം സാറിന് പച്ചക്കറിയായിട്ട് മേടിച്ചിട്ട് പോകുമ്പോൾ വീട്ടിലെല്ലാവരും ചോദിക്കില്ലേ ഇന്ന് എന്ത് പറ്റിയെന്ന്? ചോദിക്കും, അതെന്തെങ്കിലും പറയാം, വാ നമുക്ക് നടക്കാം എന്ന് പറഞ്ഞിട്ട് ആകാശ് പ്രീതിനെയും കൂട്ടിക്കൊണ്ട് നടക്കുവാട്ടോ. അതേസമയം അശ്വിനാണെങ്കിൽ ബോധം കെട്ടി വീട് കിടക്കൊണ്ട് ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ശ്രുതി പെട്ടെന്ന് തന്നെ അഞ്ജലിനെ വിളിക്കുന്നത്. പക്ഷെ അഞ്ജലി അമ്പലത്തിലായിട്ട് ഫോൺ സൈലന്റിലാണ്. ലാവണ്യാണെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഫോൺ എടുക്കുന്നില്ല. നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ മരുന്നൊക്കെ കഴിച്ച് വല്ലാതെ ക്ഷീണം കാരണം കിടക്കുകയാണ്. രാമേട്ടൻ പച്ചക്കറി മേടിക്കാനോ എന്തോ മാർക്കറ്റിലോ ഒന്ന് പുറത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ ആരും വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതുകൊണ്ട് ശ്രുതിക്ക് ആകെ ടെൻഷനാവാണ്. ശ്രുതി കുറച്ച് വെള്ളം എടുത്തിട്ട് അശ്വിൻ്റെ മുഖത്തേക്ക് തളിക്കുന്നുണ്ട്. സാർ ഒന്ന് എഴുന്നേക്ക് സർ, സാറേ പ്ലീസ് സാർ ഒന്ന് എഴുന്നേക്കെന്ന് പറഞ്ഞിട്ട് 2-3 പ്രാവശ്യം കുടഞ്ഞ് വെള്ളം ഒഴിക്കുമ്പോഴേക്കും അശ്വിൻ പെട്ടെന്ന് കണ്ണ് തുറക്കുന്നുണ്ട്. ആ സമയത്ത് അശ്വിൻ പെട്ടെന്ന് ഇങ്ങനെ വയ്യാന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ഇങ്ങനെ പതുക്കെ പൊക്കി എടുക്കുന്നുണ്ട് അശ്വിന്. ആ സമയത്ത് അശ്വിൻ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് വെള്ളം വേണമെന്ന് പറയാണ്. അങ്ങനെ ശ്രുതി കുറച്ച് വെള്ളം കൊടുക്കുമ്പോഴേക്കും വെള്ളം കുടിക്കുന്നുണ്ട്. എന്ത് പറ്റി സാർ, സാറിന് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് ഷുഗർ ലെവൽ പെട്ടെന്ന് കുറഞ്ഞു, എനിക്ക് മധുരം എന്തെങ്കിലും വേണമെന്ന് പറയും, കഴിക്കാൻ മധുരം എന്തെങ്കിലും എന്ന് പറയുമ്പോൾ ശ്രുതി പെട്ടെന്ന് എന്ന് പറഞ്ഞിട്ട് ബാഗ് തുറന്നിട്ട് ജിലേബി എടുക്കുവാണ്. ശ്രുതിയുടെ ബാഗിൽ എപ്പോഴും ജിലേബി ഉണ്ടാവും കേട്ടോ. അങ്ങനെ അതിലൊരു ജിലേബി പെട്ടെന്ന് അശ്വിനെ കൊടുക്കും. അശ്വിൻ അത് ആർത്തിയോടെ കഴിക്കുക കേട്ടോ. അതിനുശേഷം ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ സാർ ഒരു ജിലേബി കൂടി വേണോ? വേണ്ട, ഞാൻ ഓക്കെ ആയി വരുന്നുണ്ട്, കുറച്ചുകൂടി വെള്ളം എന്ന് പറയുവാണ്. അങ്ങനെ വെള്ളം കുറച്ചുകൂടി കുടിക്കുവാണ്. അതിനുശേഷം അശ്വിൻ പറഞ്ഞ്, എനിക്ക് ഷുഗർ ലെവൽ പെട്ടെന്ന് കുറഞ്ഞു, ഞാൻ മധുരം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അടുക്കളയിലേക്ക് വന്നത് പറയുമ്പോൾ ശ്രുതി പറഞ്ഞിട്ട്, സോറി സാർ, എനിക്കറിയില്ലായിരുന്നു, സാർ പെട്ടെന്ന് ബോധം കിട്ടി വീണപ്പോൾ ഞാൻ ടെൻഷനായിട്ട് അഞ്ജലി മേഡത്തിനെയൊക്കെ വിളിച്ചു, പക്ഷേ ഫോൺ എടുത്തില്ല. അഞ്ജലി മേഡം അമ്പലത്തിലായി, പിന്നെ ലാവണ്യ മേഡം ബ്യൂട്ടി പാർലറിൽ പോയി, മുത്തശ്ശി എനിക്ക് ഉറക്കമാണ് സാർ, എനിക്ക് പെട്ടെന്ന് പേടിയായി പോയി. സാറിന് ഇപ്പോൾ കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല ശ്രുതി, ഇപ്പോൾ ഓക്കെ ആയി വരുന്നു, ഞാൻ കുഴപ്പമില്ല എന്ന് പറയുവാണ്. സോറി സാർ, ഞാൻ സാറോട് അങ്ങനെയൊക്കെ സംസാരിച്ചില്ല. സാരില്ല, താങ്ക് യു ശ്രുതി എന്ന് അശ്വിൻ പറയാണ്. അതിനുശേഷം അശ്വിൻ റൂമിലേക്ക് പോകുമ്പോൾ, സാർ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, ഞാൻ റൂമിലേക്ക് ആക്കണോ? സാരില്ല ശ്രുതി, റൂമിൽ മെഡിസിൻ ഉണ്ട്, ഞാൻ മെഡിസിൻ കഴിച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്താൽ മാറിക്കോളൂ. പിന്നെ ഇവിടെ നടന്ന കാര്യം ആരോടും പറയരുത് കേട്ടോ, ചേച്ചി അറിയാൻ ചേച്ചിക്ക് വല്ലാതെ വിഷമമാകും എന്ന് പറയുവാണ്. ശരി സാർ എന്ന് ശ്രുതി പറയുന്നുണ്ട്. അങ്ങനെ അശ്വിൻ താങ്ങി പിടിച്ച് പതുക്കെ മുകളിലേക്ക് കയറി പോകണം. അത് കാണുമ്പോൾ ശ്രുതിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. പാവം, വയ്യാത്തൊരാളെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന് ആലോചിച്ച് ശ്രുതിക്ക് വല്ലാതെ കണ്ണ് നിറയുവാണ്. അതേസമയം നമ്മുടെ ആകാശും പ്രീതിയും കൂടി പ്രീതിയുടെ വീടിന് മുമ്പിലെത്തുമ്പോൾ, ശരി സർ, വീടെത്തി. അതെ പ്രീതി, ഒരു ഉപകാരം ചെയ്യാമോ? എന്താ സർ, ഈ പച്ചക്കറി കൂടി പ്രീതി കൊണ്ടുപോകാമോ? അയ്യോ സർ, ഇത് സാറ് മേടിച്ചല്ലേ? സാരമില്ല, ഞാനിത് വീട്ടിൽ കൊണ്ടുപോയാൽ താൻ പറഞ്ഞ പോലെ ഒരുപാട് ചോദ്യം ചോദിക്കും, താനിത് കൊണ്ടുപോകാവോ എന്ന് ചോദിക്കുകയാണ്. അയ്യോ സർ പ്ലീസ് പ്രീതി എനിക്ക് വേണ്ടിയിട്ട്. ശരി സർ എന്ന് പറഞ്ഞിട്ട് പ്രീതി പച്ചക്കറി വാങ്ങുവാണ്. അതിനുശേഷം പ്രീതി പറയണ്ടേ, സർ നാട്ടിൽ നിന്ന് എൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്, സാർ വരുവാണെങ്കിൽ അവരെയൊക്കെ പരിചയപ്പെടാം, ഒരു ഗ്ലാസ് ചായയും കുടിക്കാം, അതിനെന്താ പ്രീതി, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ആകാശ് വേഗം പ്രീതിയുടെ കൂടെ തന്നെ വീട്ടിലേക്ക് പോകുവാട്ടോ. അങ്ങനെ പ്രീതി എല്ലാവരും ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ആകാശിനെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ പോകുമ്പോഴാണ് അവിടെ ആരുമില്ല, ലോക്ക് ചെയ്ത് എല്ലാവരും കൂടി പോയിരിക്കുകയാണ്. പ്രീതി പെട്ടെന്ന് നോക്കുമ്പോഴേക്കും അയ്യോ സർ എന്ന് പറഞ്ഞിട്ട് തിരിയുന്ന ഭാഗത്തോട് കൂട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.